നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഈ ഡിജിറ്റൽ യുഗം ആണല്ലോ ഇപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകം വളരെ ഫാസ്റ്റായിട്ട്, വളരെ ദ്രുതഗതിയിലാണ് തകരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നേപ്പാളിൽ സംഭവിച്ചത്. നേപ്പാളിൽ ആ രാജ്യം മുഴുവൻ സമ്പൂർണ്ണമായിട്ടും തകരാൻ പരമാവധി എടുത്തത് വെറും 48 മണിക്കൂറാണ്. 48 മണിക്കൂർ എടുത്തില്ല. അപ്പോൾ ഈ ലോകം തകരുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിജിറ്റൽ യുഗം തന്നെയാണ്. ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം. അതായത് നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഈ കലാപത്തിൽ, ഈ നേപ്പാളിൽ കലാപത്തിൽ പങ്കെടുത്തവർ ഏതാണ്ട് 99% പേരും ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൊണ്ട് മാത്രമല്ല അവിടെ പ്രശ്നം നടന്നത്, മറിച്ച് അതൊരു പെട്ടെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയാൻ ഒക്കത്തുള്ളൂ. പക്ഷെ സംഭവം ഇതാണ്, അവരെല്ലാവരും തന്നെ ഈ സോഷ്യൽ മീഡിയ കണക്ഷനുള്ളവരാണ് പരസ്പരം. അതായത് ഏതെങ്കിലും ഒരു ചെറിയ സംഭവം പോലും പെട്ടെന്ന് ഒരു രാജ്യത്തുള്ള ആൾക്കാർ മുഴുക്കെ അറിയുന്നു. അപ്പം ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അതായത് ഈ ഡിജിറ്റൽ വേൾഡ് തകരാനാണെങ്കിലും നന്നാവാനാണെങ്കിലും കൂടുതൽ സമയമൊന്നും വേണ്ട. ശ്രീലങ്കയും നേപ്പാളും ഒക്കെ തകർന്നത് വളരെ പെട്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ രംഗത്തെ ചലനങ്ങളും. നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ രാവിലെ വീഡിയോ ഇട്ടിരുന്നു, ഈ അമേരിക്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഇല്ലാതാവുന്നു. 8 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അമേരിക്കയിൽ. അവർക്ക് മുഴുവൻ പെട്ടെന്ന് ഒരു ദിവസം പണിയില്ലാതാവുകയാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതുപോലെയാണ് സംഭവം അവിടെ നടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടില്ല എന്നുള്ളൊരു ഹെഡിങ് ഒന്നും ആയിരുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾക്ക് പിന്നിൽ. അതിൻ്റെ തലക്കെട്ട് അതൊന്നും ആയിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നൊക്കെ സ്റ്റൈലിനൊക്കെ പറഞ്ഞു. എന്തോ സംഭവം എന്തുവാ? അമേരിക്ക 8 നിലയിലല്ല, 888 നിലയിൽ പൊട്ടി. ഇവിടുത്തെ ഒരു കിഴങ്ങന്മാരെ അറിഞ്ഞില്ല. ഈ മാധ്യമ കിഴങ്ങന്മാർ ഇവിടുത്തെ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിലൊന്നും തന്നെ ഞാൻ കണ്ടില്ല. ടി വിയിലും കണ്ടില്ല, ഒന്നിലും കണ്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ വായിക്കുന്നത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞ ഈ പത്രമാധ്യമങ്ങൾ ചെയ്യുന്ന എന്തുവാ? അതായത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള സംഘങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത്. ആ സംഘങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ് ഓരോ വലിയ പത്രങ്ങളും TV ചാനലുകളും എല്ലാം തന്നെ. അപ്പോൾ ഈ സംഘങ്ങളുടെ ഗൂഢ ഉദ്ദേശങ്ങൾ മറച്ചു വെക്കാനും ഒക്കെ തന്നെയാണ് ഇവർ പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ന്യൂസ്. അമേരിക്കയിലെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തെന്നുള്ള വാർത്ത വലിയ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ സംഭവം ഇവിടെ മലയാള മാധ്യമങ്ങളിലൊന്നും അത് കാര്യമായിട്ട് ചർച്ചയായില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തകരുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നന്നാവാനും വളരെ പെട്ടെന്ന് സാധിക്കും. പക്ഷെ അതിന് മാർഗങ്ങൾ വേറെയാണ്.
ഇന്ന് രാവിലെ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞു, വേറെ വഴി നോക്കണം. നമ്മുടെ മാനത്തെ വെള്ളിത്തേരിൽ മുകേഷ് ഏട്ടൻ പറഞ്ഞ ഡയലോഗ്. ഇതൊന്നുമല്ല മാർഗം. ഇപ്പം കാണിക്കുന്ന മണ്ടത്തരങ്ങളൊന്നുമല്ല. ഇപ്പം കാണിക്കുന്ന മണ്ടത്തരങ്ങൾ 5000 കൊല്ലമായിട്ട് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ പറയാം. അതായത് സാധാരണ ഞാൻ വെളുപ്പിന് 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഓക്കെ, സാധാരണ 4 മണിക്ക് എഴുന്നേൽക്കുക. അലാറം ഒന്നും വേണ്ട. 8-8:30 കിടക്കും. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേൽക്കും. ഇന്ന് പക്ഷേ 3 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സമയം തെറ്റി എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഏതോ ഒരു വാർത്ത എന്നെ കാത്തിരിക്കുന്നു എന്ന്. അത് ഈ 6th സെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അതെനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്കത് കൂടുതലായിരിക്കും, ചിലർ അത് വളരെയധികം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും. അതാണ് ഈ ശ്രീ രവിശങ്കറിനെയൊക്കെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഇരുന്നാലും ഞാൻ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അറിയുമെന്നാണ് പറയുന്നത്. അതൊക്കെ വലിയ വൻ സംഭവങ്ങളാണ്. ആ ലെവലിലോട്ടൊന്നും നമുക്ക് പോകണ്ട. എങ്കിലും മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ ഞാൻ പ്രതീക്ഷ ഈ 3 മണിക്കായി എഴുന്നേറ്റു. സാധാരണ അങ്ങനെ എഴുന്നേൽക്കുന്നതല്ല. അപ്പോൾ ഏതോ ഒരു വാർത്ത എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം നോക്കിയത് വാട്സാപ്പിലൊന്നുമല്ല. വാട്സാപ്പ് ഞാനിപ്പോൾ ഭൂരിപക്ഷം നോക്കാറില്ല. ഗൂഗിളിലും പിന്നെ ഈ യൂട്യൂബിലുമൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുന്നത്. പെട്ടെന്ന് ഞാൻ ആദ്യം യൂട്യൂബാണ് ഓൺ ചെയ്തത്. നോക്കിയപ്പോൾ ഉണ്ട്. അതായത് അമേരിക്ക ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ദിവസമായിട്ട് അതിൻ്റെ അലയൊലികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് സംഭവിക്കുന്നു. 23 മിനിറ്റ് ഞാൻ നോക്കുമ്പോൾ 23 മിനിറ്റിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കിടക്കുന്നു. അത് വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ചാനലിൻ്റെയാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തപ്പി എടുത്തു. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുകയും ചെയ്തു. എത്ര പേര് കണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. 1000 പേര് കണ്ടാൽ ഭാഗ്യം. അപ്പോൾ സംഭവം ഇതാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭീകരമായ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് ഇതാണ്. ഒരു രാജ്യം തകരാൻ മണിക്കൂറുകൾ മതി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ലോകം മറിയാം. ഇനി അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഈ പിണറായി സാഹബ് പറയുന്ന ഭയം വേണ്ട, കരുതൽ മതിയില്ല. അതൊന്നും പോരാ. ഇവിടെ കരുതലൊന്നും പോരാ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിവേകപൂർവ്വം, കൗശലപൂർവ്വം, ബുദ്ധിപൂർവ്വം നമ്മൾ ഇതിനെ നേരിട്ടേ മതിയാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീലങ്കയും നേപ്പാളിനെ ഒക്കെ തകർത്ത് ഈശ്വരൻ നമ്മളെ കാണിച്ചു തരികയാണ് ഓരോ തകർച്ചകൾ. അതല്ലെങ്കിൽ ഈ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ മാത്രം ഇങ്ങനെ തകരാനുള്ള കാര്യം എന്തോ. അപ്പോൾ അത് ഈശ്വരൻ നമ്മളെ കാണിച്ചു തരികയാണ്. അത് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് ലോകത്തിലെ ബാങ്കുകളെല്ലാം പൊളിയുമെന്ന് റോബർട്ട് കിയോസാക്കി പറഞ്ഞു. അതിന് ശേഷം ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അതിന് സാധാരണ 8-8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും. ഓക്കെ, പക്ഷെ അന്നത്തെ ദിവസം ഏകദേശം 1 വർഷത്തിന് മുമ്പാണ്, ഏതാണ്ട് 13-14 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നത്. രാത്രിയിൽ ഞാൻ കിടന്നിട്ട്
8:15 കിടന്നു, പക്ഷേ 8:30 ഉറങ്ങിയില്ല. ഏകദേശം 9 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറക്കം വന്നില്ല. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഏതോ ഒരു വാർത്ത എന്നെ കാത്തിരിക്കുന്നു എന്ന്, എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്നിട്ട് 9:30 എന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോഴേ എനിക്ക് കൺഫേമായി എന്തോ ഒരു സംഭവം നടന്നിരിക്കുന്നു, ആ വാർത്ത ഉണ്ട്, യൂട്യൂബിൽ ഉണ്ട്, അത് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ സംശയിച്ച് കിടന്നു. 9:45 ഞാൻ എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് യൂട്യൂബ് ഓൺ ചെയ്ത് ആദ്യം കാണുന്ന വാർത്ത 1600 ബാങ്കുകൾ കടക്കെണിയിൽ നിന്നുള്ള ന്യൂസാണ്, ഇംഗ്ലീഷിലുള്ള. നമ്മുടെ മലയാളത്തിലൊന്നും ഇത് വരത്തില്ലല്ലോ. അത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, പിന്നെ വേറെ ഒരുത്തൻ കുറേ പെണ്ണുങ്ങളെ കൊന്നതിൻ്റെ ന്യൂസ്, ഒരു കുടുംബത്തെ മുഴുക്കാൻ അടിച്ചു കൊന്നതിൻ്റെ കേസ്, അങ്ങനെയൊക്കെയുള്ള അലവലാതി ന്യൂസുകൾ ഈ മലയാള മാധ്യമങ്ങളിൽ വരത്തുള്ളൂ. ഞാൻ പൊതുവെ പത്രങ്ങളും മലയാള TV ഒന്നും കാണാറില്ല. കാര്യം നമുക്ക് വേണ്ടുന്നൊന്നും അതിനകത്തില്ല. അതൊക്കെ വെറും ഈ പറഞ്ഞ നേരം കൊല്ലാൻ വേണ്ടിയുള്ള, മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള സെൻസേഷൻ ന്യൂസുകൾ മാത്രമാണ്. അല്ലാതെ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ എടുത്ത് കാണിക്കുന്ന, ഒപ്പിയെടുത്ത് നമ്മളെ കാണിച്ചു തരുന്ന ഒരു രീതിയൊന്നും നമ്മുടെ മലയാള മാധ്യമങ്ങൾക്കില്ല. അത് പത്രമാധ്യമങ്ങൾക്കും ഇല്ല, വിഷ്വൽ മീഡിയയ്ക്കും ഇല്ല. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് മനസ്സിലാക്കി, അതായത് റോബർട്ട് കിയോസാക്കി എന്ന ഈ ബാങ്കുകൾ പൊളിയുമെന്ന് പറഞ്ഞതിൻ്റെ ഏതാണ്ട് 5 മാസം കഴിഞ്ഞാണ് ഈ സംഭവം. അപ്പോൾ അത് കൃത്യമായിട്ട് വന്നിരിക്കുന്നു. 1600 അത് ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് എന്തായാലും നമ്മുടെ പൽക്കി ശർമ്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ആ ന്യൂസ് വായിച്ചത്. പൽക്കി ശർമ്മ, അതെ, പൽക്കി ശർമ്മ. അപ്പോൾ അതിനകത്തും ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഹെഡിങ്ങിനകത്ത് ഇതില്ല. ഈ 1600 ബാങ്കുകൾ കടക്കെണിയിലായ വിവരമില്ല, ടൈറ്റിൽ അതില്ല. അത് ഫുൾ കേട്ട് പകുതിയായപ്പോഴാണ് അതിനകത്ത് കൊളുത്തി ഇട്ടേക്കുന്നത്. 1600 ബാങ്കുകൾ, അത് സായിപ്പന്മാർ, ഇവിടുത്തെ സാധാരണ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും ഒന്നുമല്ല, വലിയ സായിപ്പന്മാർ നടത്തുന്ന ബാങ്കുകൾ 8 അതായത് കടക്കെണിയിലായിരുന്നു. അപ്പം അത് സംഭവിതാണ്. ഞാനത് മനസ്സിലാക്കിയത് എനിക്ക് ഈ സിക്സ്ത് സെൻസ് അത്യാവശ്യം, 6ാം ഇന്ദ്രിയം, അത് അത്യാവശ്യം വർക്കൗട്ട് ആവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 3 മണിക്ക് എനിക്ക് ആ ന്യൂസ് പുതിയ ന്യൂസ് കിട്ടിയത്. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സംഭവം അങ്ങ് പൂട്ടിയെന്ന് ആ ന്യൂസും, പിന്നെ ഈ പറഞ്ഞ ഈ പൽക്കി ശർമ്മയുടെ ന്യൂസും കണ്ടത് സിക്സ്ത് സെൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുള്ള കഴിവ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പറയാം, നമ്മുടെ പത്രമാധ്യമങ്ങളിലൊന്നും വരാത്ത ന്യൂസ് ഞങ്ങളുടെ ചാനലുകളിൽ വരുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സെക്കൻഡിലും, ഒരുപക്ഷെ ഇപ്പോഴും ലോകം തകർന്ന് തരിപ്പാണോ, ചില രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമാകുന്ന വാർത്തകൾ ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സംഭവം ഇതാണ്, കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ്, ഈ വിഷയം ഇതാണ്. അതായത് ലോകം തകരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ഡിജിറ്റൽ യുഗം തന്നെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ രാജ്യങ്ങളും ലോകവും തകരാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരില്ല. അങ്ങനെ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള, നിർണായകമായ ഒരു
കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും എത്ര വലിയ ന്യൂസും നമ്മൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിന് പ്രസക്തിയുണ്ട്, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ കണ്ടവരെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. മുഴുവൻ കണ്ടവരോട് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കത്യം, പ്രസക്തി, റെലവൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും ഞാൻ വരും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.